ഒരു സംഭവം ഉണ്ടായി. നമ്മൾ വണ്ടി ഓടിച്ചതാണ് ഇല്ലിനോയിൽ മോറിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മറ്റേ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. അത് എന്തോ കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ട് ട്രാൻസ്മിഷൻ്റെ ഫോൾട്ട് എന്നുള്ള രീതി കാണിച്ചു. സംഭവം വേറെ ഒന്നുമില്ല, ആ വോൾട്ടേജ് ഒരു പരിധി വിട്ടങ്ങ് താന്നു പോയപ്പോഴത്തേക്കും ഇതെല്ലാം ഇലക്ട്രിക് കണക്ഷൻ ഉള്ളതായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. അപ്പം എന്തായാലും തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു ലൗസിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം ഞാൻ നേരെ റാമ്പ് ഓടിച്ച് കയറ്റി റോഡ് സൈഡിൽ ഫ്ലാഷേഴ്സ് ഇട്ട് നിന്നു. അപ്പോഴും വണ്ടി അങ്ങ് ഓഫായിപ്പോയി, ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ എന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു താഴത്തെ ബാറ്ററിയിൽ. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ആ വോൾട്ടേജ് റണ്ണിങ്ങിൽ തന്നെ ഒരു 8ൻ്റെ പണി കിട്ടി. വണ്ടി ന്യൂട്രലായിപ്പോയി. അതായത് ആവശ്യത്തിന് വോൾട്ടേജ് വേണം ഗിയർ വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരിധി വിട്ട് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും ന്യൂട്രലായിപ്പോവും. എന്തോ ലൂസ് കണക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തി നമ്മുടെ ദേവസ്യാച്ചൻ കോൺസ് വെക്കാൻ പോകും. അപ്പോൾ നമുക്ക് ലൂസ് കണക്ഷൻ വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കാം. Moment of truth. No. ഉണ്ടോ? ഒന്നല്ലേ നമ്മളിവിടുത്തെ ഹൗസിൻ്റെ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ നോക്കാമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പോൾ ട്രെയിലർ ഇട്ടിട്ട് വേണം നമുക്ക് ട്രക്ക് മാത്രം വർക്ക്ഷോപ്പിലേക്ക് എത്താൻ. കിട്ടില്ലായിരിക്കും സാറേ, ഗ്രീസിൻ്റെ ഓർമ്മയുണ്ട്. സ്റ്റാപ്പിട്ട് വലിക്കണം. ഞാൻ മറ്റേ അവിടെ കാലിഫോർണിയയിലിട്ട് നോക്കിയതാ. നമുക്ക് അവർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ബേ തന്നു. പക്ഷെ നമ്മുടെ വണ്ടി ഓഫായി കിടക്കും, എന്ത് ചെയ്താൽ ഓൺ ആവുന്നില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും ജംപ് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം എന്തെങ്കിലും സ്റ്റാർട്ടറിൻ്റെ ലൂസ് കണക്ഷൻ. അപ്പം നമ്മൾ നെബ്രാസ്ക വെച്ചിട്ട് സ്റ്റാർട്ടർ ചേഞ്ച് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ കണക്ഷൻസ് പ്രോപ്പറായിട്ട് സെക്യൂർ ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതും ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒരു കാരണമാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടായാലേ നമുക്ക് ഓടിച്ചുകൊണ്ട് അവിടെ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെയാണ് പുറത്ത് ഒടുക്കത്തെ തണുപ്പ്, നല്ല കാറ്റും. ഒക്കെ നിക്കണുണ്ട്. ഭയങ്കര തണുപ്പാ, നല്ല കാറ്റാ. അതാണ് ഞങ്ങൾക്ക് നിക്കാനേ പറ്റുന്നില്ല. വന്നവനൊരു ഇച്ചിരി ഈഗോ ഉള്ളവനാന്ന്. അവൻ വന്നിട്ട് സ്റ്റാർട്ട് ആവാണ്ടിരുന്നപ്പോഴേ നിലത്തേക്ക് ഒരൊറ്റ കിടപ്പ്. ആ ഷർട്ട് കിട്ടുന്നുണ്ട്, ഒരു മര്യാദക്കൊരു ജാക്കറ്റ് പോലും ഇല്ല. ഞാൻ ആലോചിക്കും, ഈ ജീൻസും കോട്ടും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തണുക്കുക. അതാ പുള്ളി പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഓടിപ്പോയാലേ ഹീറ്ററിന്റെ വാടി നിക്കുമായിരിക്കും. നമ്മളെ മുമ്പ് ഇങ്ങനെ കാട്ടക്കലിപ്പില് കാലത്തെ മുഖമൊക്കെ വെച്ച്. കാരണം മറ്റവന് ലോഗിൻ ചെയ്യാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ യോൻ വരുന്നുണ്ടല്ലോ. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവനത് പറ്റിയില്ലെന്ന് പറയാനുള്ള ഒരു വിഷമം ഭയങ്കരമായിട്ട്. അപ്പൊ വേണ്ട ഒരു സഹായത്തിന് നമ്മുടെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല. അതേണ്ട സ്നോ, നല്ല കാറ്റോട് കൂടി നല്ല തണുപ്പും സ്നോയും തുടങ്ങി കേട്ടോ. അത് നന്നാക്കണം. മെക്കാനിക്ക് ട്രക്കിൻ്റെ അടിയിൽ കിടക്കുക, അവനെ സമ്മതിക്കണം.
സ്റ്റാർട്ടാണല്ലോ തമ്പുരാനതെ അമ്മരെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പഠിച്ച പണി 18 നോക്കി, ഒന്നും നടന്നില്ല കേട്ടോ. തന്നെയല്ല, സമയം ഇവിടെ 12 മണിയായി. പിന്നെ വെതർ മുന്നോട്ട് പോകുന്നതോറും ബാഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു നാളെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരിട്ടിട്ട് പോയി. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രക്കിൻ്റെ അകത്ത് കിടക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. കാറ്റിൻ്റെ ഒപ്പം നമുക്ക് എന്നാന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യും കാലും ഒക്കെ തണുത്ത് മരച്ച് ഫ്രോസ്റ്റ് ബൈറ്റ് ആവണ്ടോന്ന്. കാരണം ഞാൻ പുറത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മമാർക്ക് എന്തെങ്കിലും സംശയമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ട്രക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നമ്മളൊരാളെ അടുത്ത് നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റായി. അവസാനം എന്തായാലും അവർ പോയ സ്ഥിതിക്ക് നമ്മൾ ട്രക്ക് പൂട്ടി ഇപ്പോൾ ലൗസിൻ്റെ അകത്ത് കയറി വന്ന് താണ്ട് ഇവിടുത്തെ ലൗസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ചിക്കൻ ടെൻഡേഴ്സും മേടിച്ചു. നമ്മുടെ ദേവസ്വത്തിൽ നിന്നാണ്ട് ഒരു ഡ്രിങ്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നോക്കാറ് ഇന്ന് മോട്ടറിലേക്ക് പോയേക്കാം അല്ലേ? എല്ലാം ഉണ്ടോ നോക്കിയായിരുന്നല്ലോ? ആ ഉണ്ടോ? ആ അടിപൊളി. അപ്പൊ നമുക്ക് വല്ലതും കഴിച്ചിട്ട് നോക്കാം അല്ലേ? എൻ്റെ ചൂടാറി പോകും. കൈയൊക്കെ മരച്ചിട്ടേ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ കൈ മരച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ ഒന്നും ഫീൽ ചെയ്യൂല. അതായത് നമ്മൾ എവിടെയെങ്കിലും തൊട്ടാൽ നമുക്കൊരു ഗ്രിപ്പ് തോന്നുമല്ലോ. ആ ഗ്രിപ്പ് തോന്നണമെങ്കിൽ കൈക്ക് ഹീറ്റ് വേണം. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഹണി മസ്റ്റാർഡ്. ഇവൻ നമ്മള് സബിന്റെ ഞാൻ സബില് പോയത് എനിക്ക് ആ ഹണി മസ്റ്റാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേണ്ട കേസ് നമ്മൾ ഹാർഡീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഹാർഡീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ 10 പീസ് ചിക്കൻ ടെൻഡേഴ്സാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹണി മസ്റ്റാർഡ് സോസ്. ഇതാണ് ഹാർഡീസ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഫ്രഷാണോ? അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നമ്മൾ വേണ്ട ഒരു മോട്ടലിലേക്ക് പോകും, അവിടെ മോറിസിലുള്ള ഡേയ്സിൻ എന്ന് പറയുന്ന ഒരു സാധനം. ഏകദേശം ഇപ്പോൾ സമയം 1 മണിയായി. ഈ രാത്രി മുഴുവൻ തണുത്ത് വിറച്ചിരിക്കണ്ടല്ലോ. യൂബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഡേയ്സിൻ എന്ന് പറയുന്ന ഒരു മോട്ടലിൽ റൂം എടുത്തു. നല്ല റൂം ആയാൽ മതിയായിരുന്നു. ഇന്ത്യക്കാരുടെ ഒരു 1 മിസ്റ്റർ റൂമിത് പട്ടേൽ ആണ് ഇന്ത്യക്കാരുടെ, ഗുജറാത്തീസിൻ്റെ. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് തുടങ്ങണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. 6 മണി എഴുതി വെച്ചിട്ടുണ്ടോ? അടിപൊളി. റൈറ്റ് 3 to 6 അല്ലേ? ചന്ദനത്തിരിയുടെ ഒക്കെ മണം ഇവിടെ 3 to 4. കുറ്റം പറയാനില്ലാത്ത ഒരു നല്ല അടിപൊളി റൂമാണ് കേട്ടോ ഗൈസ്. കയറുന്ന വഴി തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് വലിയ ഫാൻസി ഒന്നും അല്ലാത്ത ഒരു സാധാരണ മോട്ടൽ. ബൈ ദ വേ, ഹോട്ടലും മോട്ടലും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പാടില്ലാത്തവർക്ക്, ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഹോട്ടൽ. ശരിക്കും നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ചെയിൻ എന്ന് പറഞ്ഞാൽ മോട്ടൽസാണ്. ഹോട്ടൽസ് വളരെ കുറവാണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം. അതിൻ്റെ ഒപ്പം തന്നെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കാണുമായിരിക്കും. അപ്പോൾ മോട്ടൽ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സാറാണ്ട് പറയാമെന്നല്ലോ. അല്ല, ഫ്രിഡ്ജും മൈക്രോവേവും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു മുറിയായിരുന്നു. അത് ശരിയാ. ലാസ് വേഗാസിൽ 1.5 ആഴ്ച കിടന്ന ആളാണ്. ആ വിശേഷങ്ങളൊക്കെ മറ്റൊരു തരത്തിൽ നമുക്ക് ലാസ് വേഗാസ് വഴി പോകുമ്പോൾ പറയാം അല്ലേ? ഒരാഴ്ച കിടന്ന ഒരാഴ്ച വെറുത്തു പോയി ലാസ് വേഗാസ് അല്ലേ? ലാസ് വേഗാസ് എന്ന് പറയുമ്പോൾ നമ്മള് സ്വന്തം തറവാടാണ്. തറവാട് പോലെ. കഴിഞ്ഞ ദിവസം പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഗള്ളികളൊക്കെ അല്ല, അവിടുത്തെ ഓരോ തിരിവും വളവും അവിടുത്തെ പള്ളിയിലെപ്പോഴാ കുർബാനാന്ന് വരെ അറിയാം. എന്നാരാണ്ട് ചോദിച്ചോ ലാസ്റ്റ് പള്ളി ഉണ്ടോന്ന് വരെ ചോദിച്ചവരുണ്ട്. സത്യം സത്യം.
മോറിസ് ഇലിനോയുടെ സുപ്രഭാതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കിഴക്ക് വെള്ളം കയറിയിരിക്കുന്നു. ദേശാചനും ഞാനും രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് കേട്ടോ. ഇവിടെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. അല്ല, നമ്മുടെ വർക്ക്ഷോപ്പുകാർ 7 മണിക്ക് വരുള്ളൂ. സാറേ, ഇന്നത്തെ ഡ്യൂട്ടിക്ക് റെഡിയാണോ? ഗുഡ് മോർണിംഗ്. ചാർജ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് യൂബറും വിളിച്ചു വിട്ട് പോകാനാണ് നമ്മുടെ പ്ലാന്. രാവിലെ തന്നെ ശരിയാക്കിയാൽ മതിയായിരുന്നു. ബേസിക് സാധനങ്ങൾ നടക്കുന്ന ഒരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അത്യാവശ്യം സീരിയൽസ്, ബ്രെഡ്, മഫിൻസ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഈസ് നത്തിങ് ഫാൻസി. ടോസ്റ്റഡ് ബ്രെഡ്, പീനട്ട് ബട്ടർ, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ്. പിന്നെ അതോടൊപ്പം തന്നെ ആക്ടിവിയുടെ ഒരു യോഗട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. ബില്ല് കിട്ടിയോ സാറേ? യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിൽവർ ഹോണ്ട CR-V. നമ്മൾ രാവിലെ വർക്ക്ഷോപ്പിൽ പോയി ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. പക്ഷെ മെക്കാനിക്സ് വന്നിട്ടില്ല. അവർ വരാൻ സമയമെടുക്കും. വന്നു കഴിയുമ്പോഴത്തേക്കും നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമുക്ക് ലവ്സിൻ്റെ അകത്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കാം. ഇപ്പോൾ രാവിലെ പുതിയൊരു പുള്ളി ജംപ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവരോട് ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ പഠിച്ച പണി അതിനായിട്ട് ശ്രമിച്ചതാണ്. അപ്പം നിസ്സാരമായി ജംപ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതരുത്, ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തോന്ന്. പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ സാധനമായിട്ട് നടക്കുന്നുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടാത്ത തണുപ്പ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ഉള്ളത്, നമ്മുടെ വണ്ടി എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവുന്നില്ലല്ലോ. മെക്കാനിക്സിൻ്റെ സജഷനിൽ അവർ നോക്കാനുള്ളതെല്ലാം നോക്കി പവർ കണക്ട് ചെയ്തു, മറ്റ് പല പ്രശ്നങ്ങളും. എന്ത് ചെയ്താൽ സ്റ്റാർട്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ വോൾട്ടേജ് വേരിയേഷൻ വരിക എന്നുള്ളതാണല്ലോ. അപ്പം നമ്മുടെ മുതലാളിമാരും മെക്കാനിക്സും തമ്മിലൊരു ക്ലാഷ് ഓഫ് ഐഡിയാസിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലവ്സിൽ നിങ്ങൾ ഇനി ശരിയാക്കണ്ട, ഞങ്ങൾ വേറെ അറിയാവുന്ന ആൾക്കാരെ വിളിച്ചോളാം എന്ന് നമ്മുടെ ബോസുമാർ തീരുമാനിക്കുകയും അപ്പോൾ വേറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുമുണ്ട്. മൊത്തത്തിൽ നമ്മൾ 3G. അപ്പം മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂഞ്ചല്ലേ. കാരണം ഈ പുതിയ വന്നവന്മാരും എന്തായാലും വന്ന് നോക്കിയിട്ട് ഇവർ ട്രൈ ചെയ്തപോലെ കുറേ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ട്രൈ ചെയ്യുന്നു. ഇത് ശരിയാട്ടോ, നടക്കില്ല എന്ന് പറയും അല്ലേ. അതുതന്നെ സംഭവിക്കാൻ പോകുന്നു. കാരണം പഴയ ആൾക്കാരുടെ റെഫറൻസ് എടുക്കുന്നില്ല. പഴയ ആൾക്ക് നോക്കിയവരുടെ റെഫറൻസ് എടുക്കുന്നില്ലല്ലോ. കേസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. തന്നെയല്ല, ഇവിടെ തന്നെയായിരുന്നെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു, അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളല്ലല്ലോ വണ്ടിക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നവരാണല്ലോ അതിന് വേണ്ടിയിട്ട്. നമ്മളെ കാലം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. സോ എനിവേ, ഇതൊന്ന് പെട്ടെന്ന് ശരിയായത് നമുക്ക് വീട്ടിൽ പോയായിരുന്നു. നമ്മുടെ കൂടെ അവിടെ കമ്പനിയുള്ള മനു പറയാ, ഈ ഫീച്ചർ പൾട്ടുകാരുടെ ഈ മെഷീൻസും എല്ലാം വെച്ചേക്കുന്നത് നമുക്കൊന്ന് ഊരാനോ ഒന്ന് അതിൻ്റെ ഒന്ന് കൈയിട്ട് നോക്കാനോ പോലും പറ്റിയാത്ത രീതിയിൽ അവന്മാർ ടൈറ്റ് ആയി, അങ്ങനെയല്ല ഒന്നും കൈകൊണ്ട് എത്തിയല്ല, സ്പേസ് കൈകൊണ്ട് എത്തിയല്ല. അതിന് നല്ല പണി ചെയ്യേണ്ടി വരും അത്ര ഒന്ന് ചെന്ന് എത്തപ്പെടാൻ. അതും അതിന്റെ റൈറ്റ് ടൂൾ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. സ്ട്രൈറ്റ് ലൈനറൊക്കെ ആണെങ്കിൽ ഇതിന്റെ പല സാധനങ്ങളും വെളിയിലുണ്ട്. വെളിയിൽ എന്ന് പറഞ്ഞാൽ സൈഡിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നമുക്ക് നിസാര ചെറിയ ചെറിയ ടൂൾ കൊണ്ട് പല സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ പോലും, ഇതിപ്പോ ഹിറ്റ് ചെയ്യണമെങ്കിൽ പോലും ഊരിയിട്ട് നമുക്ക് തെറ്റച്ചത് ഹിറ്റ് ചെയ്യാം. ഒരു ചുറ്റിയൊക്കെ കയറാനുള്ള സ്പേസ് പോലും, ചുറ്റി അടിക്കാനുള്ള സ്പേസ് പോലും ഇല്ല. അതാ പറഞ്ഞത്. അപ്പോൾ അതിന്റെ 12 മണിയായി കേട്ടോ. പുതിയ സെറ്റ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരപ്പം അതിൻ്റെ അകത്ത് പണി തുടങ്ങി കഴിഞ്ഞു. ഇവരെ കൊണ്ട് അതിൽ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം.
-8 ടെമ്പറേച്ചർ. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് വെയിലുള്ളത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല കേട്ടോ. നമ്മുടെ ഓപ്പൺ സ്കിൻ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം വേദന എടുക്കുക തന്നെയാണ്. റോട്ടിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ നിൽക്കാണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല. പക്ഷേ ഈ മെക്കാനിക്സ് വന്ന് നിലത്ത് കിടന്നാ പണിയെടുക്കണം. അവന്മാർ ആ ഒരു ട്രോളി പോലെ കിടക്കാനുള്ള താനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ചുമ്മാ നിലത്ത് ഈ തണുപ്പത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ. വന്നിട്ട് ആ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് വിശന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ വേണ്ട എന്തായാലും കഴിച്ചേക്കാം എന്നോർത്ത് വന്നതാണ്. പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്. ആ ഫോർക്കില്ല കേട്ടോ, സ്പൂണേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ നാഫ്നാഫി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ 2 പ്ലേറ്റ് ഓർഡർ ചെയ്തേ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ വെറൈറ്റീസ് ഷവർമയും മറ്റ് പല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മിക്സ്. കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു. ആ അല്ല, കാണുമ്പോ തന്നെ ഒരു സന്തോഷം അല്ലേ? പ്ലേറ്റ് നിറച്ച് ഇറച്ചി അതും ഇതൊക്കെ ആയിട്ട് നമ്മുടെ അവിടുത്തെ ആ ഒരു രീതിയിൽ. അതെ അതെ അതെ. നമ്മൾ മറ്റേ ബർഗർ തന്നെ ബർഗർ അങ്ങനെയുള്ളതല്ലോ. ഇതിനകത്ത് റൈസ് ഒക്കെ ഉണ്ട്, റൈസിന്റെ അടിയിലാണ്, അതുകൊണ്ട് നമുക്ക് കാണത്തില്ല. എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഞങ്ങളുണ്ട് ഖത്തറിലുണ്ടായിരുന്ന പ്ലേറ്റ് ശരിക്കും ഈ പ്ലേറ്റ് കാണുമ്പോഴത്തേക്കും ഞങ്ങളുടെ ദോഹയിലെ ഇന്റർകോണ്ടിനെന്റലിന്റെ മെസ്സ ഓർമ്മ വരുന്നത് കേട്ടോ. ഞങ്ങൾ സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലത്തെ ബുഫേ ആയിരിക്കും. അപ്പം സ്ഥിരം ഈ ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ പെട്ടെന്നൊരു നെസ്റ്റാൾജി ഞങ്ങൾ മനസ്സിലാക്കി കയറും. അപ്പം ഞങ്ങളെല്ലാം ആ സമയത്ത് ബാച്ചിലേഴ്സ് ആണല്ലോ, സ്ഥിരം ജിമ്മിൽ പോയിട്ട് നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ബാബുചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഉണ്ടായിരുന്നു മെസ്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡെല്ലാം കൂടെ എടുത്തിട്ട് ഇറച്ചിയും മീനും അതും ഇതും എല്ലാം ഇട്ട് ഉപ്പുമാ പോലെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. ടേസ്റ്റ് ഏകദേശം ഉപ്പുമാ പോലെ തോന്നുന്നത്. അറബിക്ക് ഉപ്പുമാവണം നിർത്തി. പിള്ളേർ കഴിച്ചാൽ പറഞ്ഞ ഉപ്പുമാവൊക്കെ കഴിച്ചാൽ കഴിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായാലും നമ്മുടെ സാധനം അവർ ഫിക്സ് ചെയ്തിട്ടോ ഗൈസ്. ഏകദേശം 2:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ സാധനം അവർ സെറ്റാക്കി. അതായത് നമ്മളെ വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇതിനെ ഫൈൻഡ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞ സംഭവം വേറെ ഒന്നുമില്ല. നെബ്രാസ്ക വെച്ച് അവർ നിലത്ത് കിടന്ന സംഭവം റെഡിയാക്കിയില്ല. സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്തില്ലേ? ആ സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ല കാറ്റും സ്നോയും ബുദ്ധിമുട്ടും ഒക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റെഞ്ച് വല്ലതും പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവില്ല. അല്ലെ ലൂസ് കണക്ഷൻ വരുമ്പോഴത്തേക്കും അത് ബാറ്ററി ഡ്രെയിനേജ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ ബാറ്ററി മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായതായിരിക്കാം അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ ആ സാധനങ്ങളെല്ലാം ഊരി, ബാറ്ററിയുടെ കണക്ഷൻസ് ഉൾപ്പെടെ ഊരി അവർ പുതിയ ബാറ്ററീസ് വെച്ചിട്ട് എല്ലാ കണക്ഷൻസും ഒന്നോടെ ടൈറ്റ് ആയിട്ട് പിടിപ്പിച്ചു. അപ്പം അതാണ് അതിൻ്റെ ഒരു സെറ്റായിട്ട് കാണുന്നത്. എന്തായാലും ഇത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പോവാം. Said I made up my mind this